ജൈവ വൈവിധ്യം ഹരിത വിദ്യാലയത്തിൽ പങ്കെടുക്കുന്ന മിക്ക വിദ്യാലയങ്ങളുടെയും ഗവേഷണ പ്രവർത്തനമാണ്. ജൈവ വൈവിധ്യ വർഷത്തിൽ ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന പച്ച ഉറുമ്പുകളെ തങ്ങൾ ഗവേഷണത്തിലൂടെ കണ്ടുപിടിച്ചുവെന്ന് അവകാശപ്പെടുന്ന ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കദ്രൂരിനെ സ്വാഗതം ചെയ്യാം ഹരിത വിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക്. ഇനി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കദ്രൂരിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. നിങ്ങളുടെ സ്കൂൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മികവിന്റെ മാതൃകകൾ ഏതൊക്കെയാണ്? ഞങ്ങൾ ഇപ്പോൾ ഇവിടെ മുന്നോട്ട് വെക്കുന്നത് കുട്ടികളുടെ പ്രവർത്തനങ്ങളിൽ പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ, മറ്റൊന്ന് വിഭവ സമാഹരണവും വിനിയോഗവും, ഇനിയും ഒന്ന് ഗവേഷണ പ്രവർത്തനങ്ങൾ. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. ആദ്യമായി അക്ബർ സർ. ആതിര, നിങ്ങളുടെ തലശ്ശേരി DO വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സാഹിത്യകാരനാണല്ലോ. ആരാണത്? TN പ്രകാശ് സർ. TN പ്രകാശ് സാർ. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? വിധവകളുടെ വീട്. അത് തന്നെയാണോ എന്ന് പോയി വെരിഫൈ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളെ ഈ സ്വന്തം ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഈ അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ ഒക്കെ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുമോ മോള്? അച്ഛൻ്റെയും അമ്മയുടെ ആവശ്യങ്ങൾ നമുക്ക് കൂടി ഗുണകരമാണെങ്കിൽ അത് തന്നെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ വളർത്തി വലുതാക്കുന്ന അച്ഛൻ്റെയും അമ്മേനെയും ആവശ്യങ്ങളല്ലേ നമ്മൾ മുൻതൂക്കം നൽകേണ്ടത്. അതെ, നമ്മളെ ആവശ്യങ്ങൾ അത്രക്ക് പ്രാധാന്യമാണെങ്കിൽ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ തന്നെ അച്ഛനമ്മയോട് പറയും. പക്ഷെങ്കിൽ എനിക്കത് എൻ്റെ ആവശ്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ. ആദ്യം പറഞ്ഞൊരു വാചകത്തിലെ ഒരു ഭാഗമാണ് എനിക്ക് അല്പം മനസ്സിലാവേണ്ടത്. മോളേതായാലും തലശ്ശേരിക്കാരി തന്നെ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, പറഞ്ഞല്ലോ ഈ നമുക്ക് ബുദ്ധിമുട്ടില്ലേ, നമുക്കും കൂടി ഉപകാരപ്രദമാണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെയല്ല, അച്ഛനും അമ്മയല്ലേ നമ്മളെ വളർത്തി വലുതാക്കിയത്. അപ്പൊ അവരുടെ ആവശ്യങ്ങൾ നമ്മളെ കൂടി ആവശ്യങ്ങളായിരിക്കൂലേ. അവരുടെ ആവശ്യങ്ങൾക്കല്ലേ അപ്പൊ നമ്മൾ മുൻതൂക്കം നൽകേണ്ടത്. ആണല്ലേ. അപ്പോ ഈ ഇതിലെ നമ്മുടെ മാത്തുക്കുട്ടിയില്ലേ, ആ മാത്തുക്കുട്ടി ചെയ്തത് ശരിയാണോ? തീർച്ചയായും ശരിയാണ്. മോള് മാത്തുക്കുട്ടീന്റെ പക്ഷത്തായിരിക്കും. ആയിരിക്കും. മാത്തുക്കുട്ടി അവനൊരു ഉടുപ്പിനേക്കാൾ വില കൽപ്പിക്കുന്നത് അമ്മയുടെ ആവശ്യങ്ങളാണ്. അത്രയും കഷ്ടപ്പാടിലാണ് ആ മാത്തുക്കുട്ടി അമ്മ വളർത്തി വലുതാക്കുന്നത്. മാത്തുക്കുട്ടിയെ പരിചയപ്പെടുത്തി തന്നത് ആരാണ്? ഞങ്ങളുടെ 9ാം ക്ലാസ്സിലെ മലയാളം പാഠഭാഗത്തിലുണ്ട് ആ കഥ. മാത്തുക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ടോ? അങ്ങനെയല്ല, അതെ, ആ കഥയിലെ ഒരു കഥാപാത്രം. പാഠഭാഗത്തിൽ ഇരിക്കുന്നുണ്ടോന്നാ ചോദിച്ചത്. പാഠഭാഗത്തിലെ കഥയിലെ ഒരു കഥാപാത്രം ആണ്. അപ്പോ ആരാണ് അത് എഴുതിയത്? ഓർക്കുന്നില്ല. എത്ര പൂക്കളെയാണ് നിങ്ങൾ ചുറ്റുവട്ടത്തായി നിരീക്ഷിച്ചത് സ്കൂളിന്റെ? 84ഓളം. 84ഓളം? 88. കൃത്യം 88 പൂക്കൾ. ഈ പൂക്കളിൽ മോളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, സാധാരണ നമ്മൾ പറഞ്ഞു കേൾക്കാത്തതും എന്നാൽ നിങ്ങളുടെ സ്കൂളിൻ്റെ തൊടിയിൽ മാത്രമുള്ളതായിട്ടുള്ള ഒരു 4-5 പൂക്കളുടെ പേര് പറയാമോ? അരിപ്പൂ. അരിപ്പൂ വേറെ എവിടെയില്ലേ? അരിപ്പൂ പുറത്തൊന്നുമില്ലേ? സ്കൂളിന് കോമ്പൗണ്ടിൻ്റെ പുറത്തില്ലേ? വീട്ടുവളപ്പിലൊന്നുമില്ലേ? ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. കൂടുതലായി നിരീക്ഷിച്ചത് അഭയും ഹൃദുലുമാണ്. അവർക്ക് ഉത്തരം പറയാം. ശരി, അഭയ് പറയും. അങ്ങനെ തുമ്പ, മുക്കുറ്റി, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഇതൊന്നും അല്ലാതെ വളരെ വ്യത്യസ്തമായ, എന്നാൽ നിങ്ങളുടെ സ്കൂൾ വളപ്പിലുള്ള നിങ്ങൾ കണ്ടുപിടിച്ച ഒരു 4 നെല്ലിയുടെ പൂവുണ്ട്. നെല്ലിപ്പൂവ്. പിന്നെ കരിങ്ങാലിപ്പൂവോ? അത്രയുള്ളോ? 88 ഉണ്ടായിട്ട് 88 പൂക്കൾ തൊടിയിലുള്ള ഒരു സ്കൂള് ഇത്ര ഭാഗ്യം ചെയ്തൊരു സ്കൂളാ. മോൻ പറയും. തേക്കിൻ പൂവ്. മേഫ്ലവർ. ചമത. മറ്റു കുട്ടികളിലേക്ക്, ഈ 9ലും 10ലും പഠിക്കുന്ന
കുട്ടികളിലൊന്നും ഇത് എത്തിയില്ലേ മാഷേ ഈ വക പ്രവർത്തനങ്ങൾ? കാരണം നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ നടത്തിയ വളരെ വ്യത്യസ്തവും പുതുമയുള്ളതുമായ ഒരു പ്രവർത്തനമാണിത്. എല്ലാ കുട്ടികളും പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങളിൽ ഇവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ് ചെയ്തത്. ഇവർ രണ്ടാളും മുൻപന്തിയിൽ ശേഖരിക്കാൻ വേണ്ടിയാണ് ഇവരെ ശേഖരണമല്ല വരുന്നത്. അല്ല, പല സ്കൂളുകളുടെ ഒരു കുഴപ്പം ഇതാണ്, നല്ല പ്രവർത്തനങ്ങളായിരിക്കും അത് ചെയ്യുന്നത്, പക്ഷെ അവർ തിരഞ്ഞെടുത്ത 3-4 കുട്ടികളായിരിക്കും ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ബാക്കി ബഹുഭൂരിപക്ഷം കുട്ടികൾക്ക് എന്ത് ഗുണമുണ്ടാകുന്നു, അവർക്ക് ഈ വിവരം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. സ്കൂളിനൊരു ക്രെഡിറ്റായിട്ട് അത് അവതരിപ്പിക്കണമെങ്കിൽ അത് തീർച്ചയായും മറ്റു കുട്ടികളിലും എത്തണം. നിങ്ങളുടെ PTA കഴിഞ്ഞ വർഷം നടത്തിയ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രധാനമായി നടത്തിയത് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഈ PSLVയുടെ ചന്ദ്രയാൻ 1 എന്നുള്ള പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സമാഹരണമാണ്. അത് പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടിലുള്ള ആളുകളെല്ലാം ചേർന്നുകൊണ്ട് അതിനെ വലിയൊരു ഇഷ്യൂ ആക്കി എടുത്തുകൊണ്ടാണ്. അതുമാത്രമല്ല പിന്നെ ഞങ്ങളുടെ PTA അംഗങ്ങളെയും വിളിച്ചു ചേർത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ PTA എല്ലാവർക്കും PSLVയെ കുറിച്ച് അറിയാം. ഇപ്പോൾ PSLVയെ കുറിച്ച് അറിയാൻ വേണ്ടി ഇപ്പം നമ്മുടെ പത്രത്തിന് ധാരാളം കാര്യങ്ങൾ വന്നതാണ്. അപ്പം ചന്ദ്രയാനിൻ്റെ വിജയം തന്നെ ഒരു ലോകപ്രസിദ്ധമായിട്ടുള്ള അതാണ് കാണുന്നത്. അപ്പോൾ ആ PTA അവർക്കും താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ PTA അംഗങ്ങളെ മുഴുവൻ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു വലിയ ഇതായിട്ടാണ് ഞങ്ങൾ നടത്തിയത്. പിന്നെ അതുമാത്രമല്ല ഉദ്ഘാടനമൊക്കെ നടത്തി വലിയ പൊളിറ്റിക്കൽ ആളുകളേക്ക് കൊണ്ടുവന്നിട്ടാണ് ആ പരിപാടി വിജയിപ്പിച്ചത്. കതിരൂർ സ്കൂളിലെ ഗുരുക്കന്മാരും കുട്ടികളും കൂടി ചെയ്യുന്ന ഗവേഷണ പ്രവർത്തനങ്ങളെപ്പറ്റി വായിച്ചിട്ട് എനിക്ക് അത്ഭുതം കൊണ്ടിരിക്കാൻ വയ്യ കേട്ടോ. അവിടെ എന്തെല്ലാമാണ് നിങ്ങൾ ചെയ്യുന്നത്? ഹൃദുൽ അല്ലേ? ഹൃദുൽ നല്ല അസാധാരണമായ പേരാണ് അല്ലേ, ഹൃദുൽ. ഹൃദുൽ എന്താ ചെയ്തത്? പൂമ്പാറ്റകളെ കുറിച്ചുള്ള പഠനം നടത്തിയിട്ടുണ്ട്. ആ, പിന്നെ അവയെ എന്തായിരുന്നു ആ പഠനത്തിന്റെ ലക്ഷ്യം? പഠനത്തിന്റെ ലക്ഷ്യം ഞങ്ങളുടെ സ്കൂൾ ഒരു പൂമ്പാറ്റയുടെ പറുദീസയായി മാറ്റാനുള്ള പൂമ്പാറ്റകളുടെ പറുദീസ. നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ പൂമ്പാറ്റകളായിട്ട്, കൊച്ചു കുട്ടികളൊക്കെ. അതിനുവേണ്ടി എന്താ നിങ്ങൾ പൂമ്പാറ്റകളെ ആകർഷിക്കാനായിട്ട് ചെയ്തത്? പൂമ്പാറ്റകളെ ആശ്രയിക്കാനാണ് ഞങ്ങൾ ചെയ്തത്. ബോർഡ് വെച്ചു അല്ലേ, പൂമ്പാറ്റകളുടെ പറുദീസ എന്ന്. പിന്നെ പൂമ്പാറ്റകളുടെ ആശ്രയ സസ്യങ്ങളെ നട്ടുപിടിപ്പിച്ചു. എന്താണ് ആശ്രയ സസ്യം എന്ന് വെച്ചാൽ? ഇപ്പോൾ കണിക്കൊന്ന ശലഭം കണിക്കൊന്നയെ ആശ്രയിച്ച്, മഞ്ഞപ്പാപ്പാത്തി മദ്രാസ് തോണിനെ ആശ്രയിക്കാന്ന് പറഞ്ഞാൽ അവിടെയാണോ അത് മുട്ടയിടുന്നത്, അതോ അതിന്റെ തേനാണോ അത് കുടിക്കുക? അല്ല, മദ്രാസ് തോണിൽ മുട്ടയിട്ടാണ് മഞ്ഞപ്പാപ്പാത്തി വംശവർദ്ധന. ആ വിവരങ്ങളൊക്കെ എവിടുന്ന് കിട്ടി? ഞങ്ങൾ നിരീക്ഷിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ കുറെ കാലം പിടിക്കുമല്ലോ. മഞ്ഞപ്പാപ്പാത്തിയുടെ പുറകെ നടന്ന് ഇത് എവിടെ നിന്നാണ് തേൻ കുടിക്കുക, എവിടെയാണ് മുട്ടയിടുന്നത് കണ്ടുപിടിക്കാൻ. ഇതൊക്കെ കുറേ ആളുകൾ നിരീക്ഷിച്ച് എഴുതി വെച്ചിട്ടില്ലേ? അത് വായിച്ചോ? അത് വായിച്ചു. അതേതാ വായിച്ചത് പുസ്തകം? പൂമ്പാറ്റകളെ പറ്റി മനോഹരമായ പുസ്തകങ്ങളുണ്ട് കേരളത്തിലെ. അത് വായിച്ചിട്ടുണ്ടോ? അബ്ദുള്ള പാലേരിയുടെ വരൂ നമുക്ക് ചിത്രശലഭങ്ങളെ നിരീക്ഷിക്കാം. അതൊക്കെ വായിക്കണം. അത് വായിച്ചു. വായിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് നിരീക്ഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറേ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാവുന്ന ആദ്യം മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ നിരീക്ഷണത്തിൻ്റെ ഗുണം നമുക്ക് കിട്ടണ്ടേ? എന്നിട്ട് എന്ത് ചെയ്തു? പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന ഞാൻ കണ്ട ചിത്രശലഭം അത് എവിടെ കണ്ടു, എപ്പോൾ കണ്ടു, ഏത് സാഹചര്യത്തിൽ കണ്ടു എന്നുള്ളതിൻ്റെ ഒരു കുറിപ്പ് ഞങ്ങൾ തയ്യാറാക്കി. എല്ലാവരും ഓരോരുത്തരും അവരവർ കണ്ട ചിത്രശലഭത്തെ പറ്റി കുറിപ്പ് തയ്യാറാക്കി. എന്നിട്ടാ അവയെ ചിത്രശലഭങ്ങളെ ഭക്ഷിക്കുന്ന ചില ജീവികളെ പറ്റി പഠനം നടത്തി. ഏതൊക്കെ ജീവികളായി ചിത്രശലഭങ്ങളെ ഭക്ഷിക്കുന്നത്? തൊഴുകയ്യം പ്രാണി, ചിലന്തി, അതിനെപ്പറ്റിയും പഠിച്ചു. പിന്നെ പറുദീസയാക്കാൻ പിന്നെ എന്ത് ചെയ്തു? ഞങ്ങളുടെ സ്കൂൾ ക്യാമ്പസ് മലിനമാക്കാതിരുന്നു. കണിക്കൊന്നയുടെ കാര്യം പറഞ്ഞു. പിന്നെ അതുപോലെ വേറെ എത്ര തരം ചെടികൾ നട്ടു പൂമ്പാറ്റകളെ ആകർഷിക്കാനായിട്ട്? മാവുണ്ട്, മദ്രാസ് തോൺ, പിന്നെ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ചെടികളൊക്കെ വേണ്ടേ? അരിപ്പൂ, അരണമരം. അത്തരം വിവരങ്ങളൊക്കെ എവിടുന്ന് കിട്ടി? പൂമ്പാറ്റകളെ ആകർഷിക്കാൻ ഏതേത് ചെടികളാണ് നടേണ്ടതെന്നുള്ള വിവരം എവിടുന്ന് കിട്ടി? പുസ്തകങ്ങളിലൂടെയൊക്കെ കിട്ടിയിരുന്നു. ഏത് പുസ്തകങ്ങൾ? ഇതല്ലാതെ, നേരത്തെ പറഞ്ഞ പുസ്തകം അല്ലാതെ വേറെ ഏത് പുസ്തകം? കേരളത്തിലെ ചിത്രശലഭങ്ങൾ എന്ന അതാരുടെ പുസ്തകം? ബാലകൃഷ്ണന്റെ പുസ്തകം. ശരി. അപ്പോൾ അങ്ങനെയൊക്കെ വായിച്ച് പഠിച്ച പിന്നെ നിങ്ങളുടെ മാഷന്മാരെ സഹായിച്ചില്ലേ? ഉപദേശിച്ചില്ലേ? അത് പറഞ്ഞു എന്ന് വെച്ചാൽ കുഴപ്പമില്ല.
മാഷന്മാരാണ് കൂടുതലും സഹായിച്ചത്. അതങ്ങ് പറഞ്ഞോളൂ. നമ്മൾ ഈ ശാസ്ത്ര പ്രബന്ധങ്ങൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് ആരെല്ലാം ഭാഗത്ത് നിന്ന് ആരിൽ നിന്നെല്ലാം സഹായം കിട്ടിയെന്ന് എഴുതുക എന്നുള്ളത് അതിൻ്റെ ഒരു മര്യാദയാണ്. അത് ഒളിച്ചു വെച്ചിട്ടല്ല എഴുതേണ്ടത് കേട്ടോ. അത് പറയുന്നതിൽ മോശവും ഇല്ല. അത് ആദ്യം നമ്മൾ അക്നോളജ്മെൻ്റ് എന്ന് പറയും, കടപ്പാട് എന്ന് പറഞ്ഞ് ഇതെല്ലാം നമ്മൾ പറയണം. എവിടെ നിന്നെല്ലാം എന്തെല്ലാം വിവരം കിട്ടി, അതിൻ്റെ പുറമെ നമ്മൾ എന്ത് വിവരം കൂട്ടിച്ചേർത്തു. പിന്നെ നാട്ടുകാരുടെയും സഹായം കിട്ടി. നാട്ടുകാരുടെ സഹായം എന്തിനാ കിട്ടിയത്? ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന പച്ച ഉറുമ്പിനെ ശേഖരിച്ച് ഞങ്ങൾ കൊണ്ടുവന്നു തന്നു. എവിടെ കാണപ്പെടുന്ന? ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പച്ച ഉറുമ്പിനെയോ? അതിനെ കതിരൂര് കണ്ടോ? കണ്ടു. അതിനെന്ത് വഴിതെറ്റിപ്പോയതാണോ? അത് വലിയ കണ്ടുപിടുത്തം അല്ലേ അത്? ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന എന്ന് ആരാ പറഞ്ഞേ? ഏഷ്യൻ വൻകരയിൽ അത് കാണപ്പെടുന്നേ ഇല്ല എന്ന് എങ്ങനെ തീരുമാനിച്ചു? ഇതിനെക്കുറിച്ചുള്ള പഠനം നടക്കാണ്. നെറ്റിൽ നോക്കിയപ്പോൾ കൂടുതലായി ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്നത്. കൂടുതലായി എന്നുള്ളത് ശരി. ഇവിടെ അപൂർവമായിട്ടാണ് കാണുന്നത് അല്ലേ? അപ്പോൾ അത് നിങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുമായിട്ട് ബന്ധപ്പെടണം. യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇത്തരം മേഖലയിൽ വൈദഗ്ധ്യമുള്ളവരുണ്ട്. അടി ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു പ്രത്യേക ഉറുമ്പിനെ കണ്ടു, അതിൻ്റെ പടമൊക്കെ എടുത്തോ? പടമൊക്കെ എടുത്തു, അതിനെയൊക്കെ നിരീക്ഷിച്ച് അതെവിടെയാണ് വസിക്കുന്നതൊക്കെ നോക്കിയിട്ട് ഈ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് നിങ്ങൾ സമ്പർക്കം പുലർത്തണം. അവരോട് പറയണം ഞങ്ങളിങ്ങനെ കണ്ടു, ഇത് ശരിയാണോ? അങ്ങനെ അതിൻ്റെ കേരളത്തിൽ ഇതിനെ കണ്ടെത്തിയെന്നെങ്കിൽ അത് പ്രസിദ്ധീകരിക്കണം. അത് നമ്മുടെ വർത്തമാനപത്രങ്ങളിലല്ല, ശാസ്ത്ര മാസികകളിൽ ഇതിനെപ്പറ്റി സകല വിവരങ്ങളും ചേർത്ത് പ്രസിദ്ധീകരിക്കണം കേട്ടോ. ഈ തലശ്ശേരി എന്ന് കേട്ടപ്പോഴാണ് ആദ്യം എൻ്റെ മനസ്സിൽ ഇല്ലിക്കുന്ന് എന്നൊരു വാക്ക് വന്നു. ഇല്ലിക്കുന്നിൽ എന്തെങ്കിലും വളരെ വിശേഷമായിട്ട് പണ്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ മലയാളത്തിന് വേണ്ടി? ഇല്ലിക്കുന്ന് എന്നുള്ളൊരു സ്ഥലം ഞാൻ കേട്ടിട്ടില്ല. ഹെർമൻ ഗുണ്ടർട്ട് നിഘണ്ടു നിർമ്മിച്ചിട്ടുള്ളത് ഇല്ലിക്കുന്നിലാണ്. പിന്നെ അവിടെ ബ്രിട്ടീഷുകാരുടെ ഒരു കേന്ദ്രം ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ ഒരു അണ്ടി കമ്പനിയാണ് നടക്കുന്നത്. അല്ലെ, പല ആളുകളും നിഘണ്ടു നിർമ്മിച്ചിട്ടുണ്ട്. എന്താ ഈ ഹെർമൻ ഗുണ്ടർട്ടിന് ആദ്യമായി മലയാളത്തിലെ സംഭാവന ചെയ്തു എന്നുള്ളതാണ്. സിംഹമുദ്ര നിർമ്മാണം ഒരു പ്രധാന പ്രവർത്തനമാണ്. വിവിധ ക്ലബ്ബുകൾ സംയോജിച്ച് നടത്തിയ പ്രവർത്തനമാണ്. അതുപോലെ PSLV മോഡൽ നിർമ്മാണം, അതൊരു പുതുമയുള്ള പഠന പ്രവർത്തനം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജൈവ വൈവിധ്യ വർഷവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ എങ്ങനെയാണ് ഈ ക്ലാസ് മുറിയുമായി ബന്ധിപ്പിക്കുന്നത്? കുട്ടികളുടെ പഠനശേഷി വികസിപ്പിക്കാൻ ഇതെങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? നിങ്ങൾ പ്രയോജനപ്പെടുത്തിയത് എങ്ങനെയാണ്? അതാണ് അറിയേണ്ടത്. ക്ലാസ് മുറിയിലെ പ്രവർത്തനങ്ങളെ തുടർച്ചയായിട്ടാണ് പുറത്തിതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മെല്ലെ കൊണ്ട് വന്നത്. ക്ലാസ് മുറിയിൽ നിന്നാണ് ആരംഭിച്ചത്. അപ്പം ഈ ജൈവവൈവിധ്യ പഠനത്തിൻ്റെയൊക്കെ ഇവർ പാഠഭാഗത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടെത്താൻ വേണ്ടിയിട്ട് ക്ലാസ്സിന് ചുറ്റുവട്ടത്തൊക്കെ അന്വേഷിക്കാനും വീട്ടുപരിസരത്ത് അന്വേഷിക്കാനൊക്കെ പറയുന്നുണ്ട്. അതാണ് കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് സമയം കിട്ടുമ്പോൾ നോക്കിയിട്ട് അല്പാൽപ്പൊക്കെ സംഘടിപ്പിച്ചതാണ്. ഈ സിംഹമുദ്രയുടേത് ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതാണ്. പഠനത്തോട് തുടർച്ചയായിട്ട് പല ക്ലബ്ബുകളും പലവിധ പ്രവർത്തനങ്ങൾ അങ്ങ് മുന്നേറും. അപ്പോൾ അതിനൊരു ഏകോപിത സ്വഭാവം ഉണ്ടാക്കണം തോന്നി. അപ്പോൾ അങ്ങനെ അത് പഠനത്തിൻ്റെ തുടർച്ചയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകുന്നേരങ്ങളുടെ അവരുടെ ഇരുത്തം ഒരു ഗുണപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അത് അവസാനം ഈ സിംഹമുദ്ര നിർമ്മാണത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. ഇനി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കതിരൂരിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കതിരൂരിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 92.1 ഔട്ട് ഓഫ് 100.